താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൻ്റെ വർഗപരമായ ഉള്ളടക്കത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കുന്ന ഒരു ജനവിധിയാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പൊതുവെ വർഗ സമരത്തിൽ നിന്നും രൂപപ്പെട്ടു വന്ന ഒരു രാഷ്ട്രീയ പൊതുമണ്ഡലത്തെ മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. അപ്പോൾ എല്ലാ വർഗീയതയും ശക്തിപ്പെട്ട് ഇടതുപക്ഷ വിരുദ്ധമായി പ്രവർത്തിച്ചു. ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. അതോടൊപ്പം വിവിധങ്ങളായ സ്ഥാപിത താല്പര്യങ്ങളും ഇടതുപക്ഷ വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് ഏതായാലും ഞങ്ങൾ തോറ്റു എന്നുള്ളത് ശരി. അതിപ്പം ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വോട്ട് കുറഞ്ഞു പോയി, ഞങ്ങൾ തോറ്റു. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. പല തെരഞ്ഞെടുപ്പുകളായി 11 തവണ തോറ്റ ശേഷം എബ്രഹാം അമേരിക്കൻ പ്രസിഡന്റായ. പക്ഷെ അതിത്ര നാറിയ പരാജയമല്ലായിരുന്നു. ഞങ്ങൾ ഈ കേരള സംസ്ഥാനത്ത് ചെയ്ത കാര്യങ്ങൾ ഇന്ത്യയിൽ ഏതേലും സംസ്ഥാനത്ത് ഏതേലും പാർട്ടി ചെയ്തോ? ഒത്തില്ല. എന്താണ് ഒത്തില്ല? പാപ്പിക്കായനും അപ്പനില്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഒരു പള്ളിക്കൂടം ഉണ്ടാകുമായിരുന്നോ? ഒരു ആശുപത്രി ഉണ്ടാകുമായിരുന്നോ? പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാണ്. ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കായൻ. അതിപ്പം ജനങ്ങൾക്ക് താൽക്കാലികമായ വല്ല ദരിദ്രാണ്യം വന്നോ ഞങ്ങൾ നോക്കും. ഭയങ്കരം തന്നെ. UDF-നും BJP-ക്കും എത്ര കോടികളാണ് കേരളത്തിൽ ഒഴുക്കിയത്. നമ്മൾ ഈ ചെങ്ങന്നൂരൊക്കെ ഞെട്ടിത്തരിച്ചു പോയി പണം ഒഴിയുന്ന. നല്ല ഈഗോ ഉണ്ടല്ലേ ആവശ്യത്തിന്. റോഡ് സൈഡിൽ ഇരിക്കുന്ന മയിൽക്കുറ്റിയെ വരെ പോയി കണ്ടിട്ട് അളിയ ചുമ്മാ ഇരിക്കണ്ട 10 രൂപ പിടിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ പണം ഒഴുകി. ഉള്ളു മുഴുവൻ വിങ്ങിപ്പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം നിന്നെ കാണാൻ അച്ഛന് വയ്യ. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്? ആരും കാണാതെ.